എനക്കും നമ്മളെ കൂട്ടർക്കും ഇനി എങ്ങനെ ചിയോതികളൊക്കെ കാണാൻ പറ്റും? ഞാൻ ആ ഫുഡ് ട്രക്കിന്റെ പരിപാടിയൊക്കെ വിട്ടു. ഒരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മിക്കവാറും അത് ശരിയാണ്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരാരും ഇനി തിരിച്ചു വരരുത്. ഞങ്ങളെ നീയൊക്കെ ഇവിടെ ഓടിക്കാൻ നോക്കണം. മഹേന്ദ്ര, ഒരു മിനിറ്റ്. ഈ ടോയ്ലറ്റിന്റെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല. വീണ്ടും താരങ്ങൾക്ക് വേണ്ടി മറ്റു താരങ്ങൾ ഡബ് ചെയ്ത വിവരങ്ങൾ നൽകുന്ന ഒരു വീഡിയോയാണ് ഇന്ന്. ഈ സീരീസിലെ 8ാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം, കണ്ടു നോക്കുക. സോ ലെറ്റ് us start ARM എന്ന ചിത്രത്തിൽ നായിക കൃതി ഷെട്ടിക്ക് ഡബ് ചെയ്തിരിക്കുന്നത് നടി മമിത ബൈജു ആണ്. എങ്ങനെ വന്നു? കള്ളൻ. ഞാൻ തമാശക്ക് വിളിച്ചാട്ടോ. ആയിക്കോട്ടെ, ഒരു മിനിറ്റ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കട്ടെ. എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചേ? മണിയന്റെ പാരമ്പര്യം അത്ര മോശമൊന്നുമല്ല. എത്ര കഥകൾ കേട്ടിട്ടുണ്ട്. ഇതേ സിനിമയിലെ മറ്റൊരു നായികയായ ഐശ്വര്യ രാജേഷിന് ഡബ് ചെയ്തത് നമ്മുടെ അങ്കമാലി ഡയറീസ്, ജൂൺ, പൈപ്പിൻ ചുവട്ടിലെ പ്രണയം, ഇരട്ട തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച നടി ശ്രുതി ജയനാണ്. എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണ്ണ. എനക്കും നമ്മളെ കൂട്ടർക്കും ഇനി എങ്ങനെ ചിയോതികളൊക്കെ കാണാൻ പറ്റും? ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ അർജുൻ രാധാകൃഷ്ണൻ ഡബ് ചെയ്തിരിക്കുന്നത് നടൻ റോഷൻ മാത്യു ആണ്. ഞാൻ ആ ഫുഡ് ട്രക്കിന്റെ പരിപാടിയൊക്കെ വിട്ടു. ഒരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മിക്കവാറും അത് ശരിയാവും. നീ അതുവരെ ഒന്ന് കാക്ക്. ഞാൻ സ്നേഹിച്ചതിന്റെ ഒരു തരിയെങ്കിലും നീ എന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ട്. നീ അത് വേണ്ടെന്ന് പറയത്തില്ലായിരുന്നു. പക്ഷെ നിനക്ക് എല്ലാവരും കഴിഞ്ഞിട്ടില്ല ഞാനുള്ളൂ. ഇതിന് ഡബിങ്ങിന് മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന അവാർഡും റോഷൻ മാത്യുവിന് ലഭിച്ചു. ഒന്ന് നിന്റെ വീട്ടുകാർ, ഒന്ന് നിന്റെ ലീലാമ്മ. വേറൊരുത്തിന്റെ കൂടെ കിടന്ന് നിന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണില്ലേ? അതിനേക്കാൾ വലുതല്ലോ ഒന്നും. ഇതുകൂടാതെ വാലാട്ടി എന്ന സിനിമയിലും വോയിസ് ആർട്ടിസ്റ്റായി റോഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, എനിക്ക് ഒരു കർണൻ എന്ന തമിഴ് ചിത്രത്തിൽ രജിഷ വിജയന് ഡബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നടി നിഖില വിമലാണ്. என்னைய விரட்டி விரட்டி முத்தம் கொடுப்பேன், என் அண்ணனை விரட்டி விரட்டி மிதிப்பேன். போயிட்டீங்கன்னு பேசுதம்ல, நான் லூஸ் தான். விடு, நீ முதல்ல கைய விடு. எனக்கு தெரியும் எல்லாம். இவ்வளவு ஏட்டு காசுக்காக என் அண்ணனை அடிச்சிருக்கல, இவ்வளவு திமிரல உனக்கு. நீ விடு. சத்தியமா கத்திருவேன். என்கிட்ட ஏன் கத்துற? அவன் தானே பிடிச்சிருக்கான், அவன்கிட்ட சொல்லு. ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയിൽ പത്മപ്രിയക്ക് ഡബ് ചെയ്തിരിക്കുന്നത് നടി മുത്തുമണിയാണ്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരാരും ഇനി തിരിച്ചു വരരുത്. വന്നില്ലെങ്കിൽ ഈ വീട്, മണ്ണ്, പിന്നെ ഞാനും നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ചേരേണ്ടവര് ചേർന്നു, നമ്മള് പുറത്ത്. ഇനി പുതിയ ആധാരം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്നാ കാര്യം? കൊണ്ടൽ എന്ന പുതിയ സിനിമയിൽ കന്നഡ താരം രാജ്ബി ഷെട്ടിക്ക് ഡബ് ചെയ്തത് നടൻ നിഷാന്ത് സാഗർ ആണ്. മീൻ മണക്കുമെങ്കിലും നോട്ടിനും ബോട്ടിനും ഒക്കെ എല്ലായിടത്തും ഒരേ വില തന്നെയല്ലേ സാർ? നിങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്നൊന്നും കൊണ്ട് കൊടുക്കണ്ട. അവകാശം ചോദിക്കുമ്പോ അടിക്കാൻ പാടുണ്ടോ സാറേ? ഈ കടൽ കയറിയിട്ട് ഇവിടെ ഓടിയിട്ടില്ല. ഞങ്ങളെ നീയൊക്കെ ഇവിടെ ഓടിക്കാൻ നോക്കാണ്. നടി രാധിക ശരത് കുമാർ ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. മുതൽ മര്യാദ എന്ന ചിത്രത്തിൽ രാധയ്ക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് രാധികയാണ്. நீங்க பேச்சுல எல்லாம் குத்துறீங்க. எங்க ஊர்ல கூட்டாளி யாராவது உலக்குன்னு சொல்லிருந்தா எக்கு தப்பா அடி விழுந்திருக்கும். உங்களை பத்தி கூட ஊர்ல சொன்னாங்க, நல்லவரு வல்லவரு. எகன முகடையில மட்டும் 8 சில்லாவும் தோத்துரும்னு. ஆத்தாடியோ, வந்துட்டீங்கல்ல. எது വിട്ടാ കട്ടത്തുക്ക് താളിയോടെ വന്നിരുവീങ്ക പോലെ ഇരിക്കേ. 1986 റിലീസായ ആദ്യത്തെ വിക്രം എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ച ലിസിക്ക് കമ്പ്യൂട്ടർ സയൻസ് IIT മദ്രാസ്. ஏன் பொம்பளைங்க கூட? பொம்பளைங்கன்னா அவள இழப்பமா? ஆம்பளைங்க செய்யற அத்தனை வேலையும் எங்களாலேயே செய்ய முடியும். ஐயோ, நானும் எவ்வளவு பேரை பார்த்திருக்கேன். ஆனா உன்ன மாதிரி பண்பை இல்லாத காட்டு மிராண்டிய பார்த்ததில்ல. பொம்பளைங்கன்னா ஒரு மரியாதை, ஒரு கன்சிடரேஷன் வேண்டாம். அதுக்கெல்லாம் கலாச்சாரம் வேணும். കറുത്തമ്മയിൽ രാജശ്രീക്ക് அப்படி சொல்ல அரக்கவனா, நம்ம ஊர்ல தண்ணிக்கு எம்புட்டு கஷ்டம்னு பாலாவது சும்மா குடுப்பாங்க. தண்ணியை யாராச்சும் சும்மா குடுப்பாங்க? ஆமா, பின்ன என்ன சும்மாவா குளிக்க விடுவாங்க? இந்த சுத்துப்பட்டு கிராமத்துல எங்கேயும் தண்ணி இல்ல. ஏன் கிணத்துல மட்டும்தான் தண்ணி இருக்கு, அதுவும் ஊத்து தண்ணி. குளிச்சா சீக்கும் வராது, உங்க ஆயுசும். കടലോര കവിതകളിൽ രഞ്ജിനിക്ക് மாமன பெரிய சண்டியர்னு சொன்னாங்க. மண்ணுள்ளி பாம்பு மாதிரி இல்ல நெளியுது. சமச்சமாச்சம் டம்கட்ட மாட்டம். அப்ப வெக்கத்தை கக்கத்துல வச்சுக்கிட்டு பாக்குறது പൊണ്ണ്. കൂടാതെ രാധികയുടെ സ്വന്തം അനിയത്തിയായ നിരോഷയ്ക്ക് വേണ്ടി സിന്ദൂരപ്പൂവെ, ഇണൈന്ത കൈകൾ എന്നീ തമിഴ് ചിത്രങ്ങളിലും രാധിക ഡബ് ചെയ്തിട്ടുണ്ട്.
வாழ்க்கையில முதலும் கடைசியுமா எனக்கு உங்ககிட்ட பேசணும்னு தோணுச்சு. அம்மி மிதிச்சு அருந்ததி பார்த்து எனக்கு கல்யாணம் பண்ணி அனுப்ப வேண்டிய உங்ககிட்டயே வந்து அம்மி மிதிக்காம அருந்ததி பார்க்காம நான் பண்ணிக்க போற கல்யாணத்தை பத்தி சொல்லிட்டு போகத்தான் வந்தேன். என்னால எப்படி மறக்க முடியும் அந்த ரத்தம், அந்த முனகல், ஆம்புலன்ஸ் சத்தம், போலீஸ் வந்தது, டாக்டர் சந்திரலேகான படிச்சது, போலீஸ் வந்து அசோக்கோட பேக்ல இருந்து போட்டோ എടുത്ത് அதுக்கு பின்னாடி இருந்த டாக்டർ ചന്ദ്രലേഖയുടെ അഡ്രസ് പഠിച്ചാണ്. ശങ്കരാഭരണം എന്ന ചിത്രത്തിന്റെ മലയാളം ഡബ്ബിംഗിൽ നായകൻ സോമയാജുലുവിനെ ഡബ്ബ് ചെയ്തിരിക്കുന്നത് നടൻ ജഗന്നാഥ വർമ്മയാണ്. മ്യൂസിക് ഈസ് ഡിവൈൻ വെദർ ഇറ്റ് ഈസ് വെസ്റ്റേൺ ഓർ ഇന്ത്യൻ. സംഗീതത്തിന് ഭാഷാഭേദവും ദേശവ്യത്യാസവും ഉണ്ടാവില്ല. ഏതു ജാതിയായാലും ഏതു മതമായാലും ഏതു ദേശമായാലും ആ ജീവധാരയിൽ ദാഹം തീർത്തുകൊള്ളണം. ഡബിൾസ് എന്ന ചിത്രത്തിൽ ബോളിവുഡ് താരം തപ്സി പന്നുവിനെ ഡബ്ബ് ചെയ്തിരിക്കുന്നത് നടി മീര നന്ദനാണ്. ആ പണം എവിടെ? ആക്സിഡന്റ് നടക്കുമ്പോൾ കാറിലുണ്ടായിരുന്ന പണം 50 ലക്ഷം രൂപ. ആക്സിഡന്റ് സ്ഥലത്ത് ആദ്യം എത്തിയത് നിങ്ങളാ. നിങ്ങൾ അറിയാതെ ആ പണം എവിടെയും പോവില്ല. ബോധക്കേട് മാറിയപ്പോഴാണ് ഞാൻ പോലും അറിയണത് ആ കാറിൽ അത്രയും രൂപ ഉണ്ടായിരുന്നു എന്ന്. എന്റെ ഇക്കാക്കെ പോണ്ടിച്ചേരിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചാണ് അറിയുന്നത്. ജയ് മഹേന്ദ്രൻ എന്ന മലയാളം വെബ് സീരീസിൽ നടി സുഹാസിനിക്ക് ഡബ്ബ് ചെയ്തിരിക്കുന്നത് നടി മാല പാർവതിയാണ്. ആയിക്കോട്ടെ, ഞാൻ ഹാഫ് ഡേ മാത്രമേ ലീവ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. വൈകുന്നേരം വന്നിട്ട് ആഫ്റ്റർനൂൺ സെഷൻ ഒപ്പിട്ടുള്ളൂ. ഓഫീസിന് അതിൻ്റെതായ നിയമം ചുട്ടൊക്കെയില്ലേ? ഏത് തൻ്റെ ലീവിൻ്റെ കാര്യം പറയാനാണോ? ഏതായാലും ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ്. വൈകുന്നേരം മിനിസ്റ്ററോട് വിളിക്കാൻ പറഞ്ഞോ, ഞാൻ സംസാരിക്കാം. ആ മഹേന്ദ്ര, ഒരു മിനിറ്റ്, ഈ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, അത് ശരിയാക്കാനുള്ള അപേക്ഷ കൊടുക്കണം. ഡബ്ബിംഗ് കൗതുകങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനിയും പറയാത്ത അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരുപാട് ഡബ്ബിംഗ് വിശേഷങ്ങൾ ഇഷ്ടം പോലെ വേറെയുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി എന്നാൽ.